കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇനി ദശകം 2 ശ്ലോകം 1ഉം 2ഉം കൂടിയായാൽ ഭഗവാന്റെ രൂപവർണ്ണനം മുഴുവനായി. അതുകൊണ്ട് ഞാൻ ശ്ലോകം 1ഉം 2ഉം കൂടി ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് 2ഉം ചെല്ലാം. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമൽബാഹു ചതുഷ്ക സംഗദഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ പീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്യുതിപദം മൂർത്തിം തവാർത്തിച്ഛിതം. ഇത് 2 ശ്ലോകം കൂടി ചെയ്താൽ നമുക്ക് ഭഗവാന്റെ കേശാദിപാദം, കേശം തൊട്ട് പാദം വരെയുള്ള വർണ്ണനായി. അതുകൊണ്ടാണ് ഇത് 2ഉം ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതധികം നമുക്ക് ഉള്ളിൽ പോവുമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം. അതായത് നമ്മൾ അത് ആദ്യം പറഞ്ഞിട്ടായാലേ അതിൽ മുഴുവനേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഈ ഭഗങ്ങൾ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഭഗങ്ങൾ അപൂർണമായിട്ട് പ്രകാശിക്കുന്നതാണ് ഭഗവാന്റെ ദിവ്യരൂപം നമ്മൾ പറഞ്ഞല്ലോ. ആ രൂപമാണ് ഇപ്പോൾ മേപ്പത്തൂര് നേരിൽ കണ്ടിട്ട് വിവരിക്കുകയാണ്. അതായത് കേശാദിപാദ വർണ്ണനാണ് മേപ്പത്തൂര് ഈ 2 ശ്ലോകം കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ശ്ലോകം ആവുമ്പോൾ നമുക്ക് ഭഗവാന്റെ ശരിക്കും ഒരു മുഴുവൻ രൂപം ധ്യാനിക്കാൻ പറ്റും. അതായത് സൂര്യസ്പർദ്ധി കിരീടം തൊട്ട് അവസാനത്തേൽ വിമലാംബുജദ്യുതിപദം, അതായത് പാദാന്തം അതുവരെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ കിരീടം, അതായത് ശിരസ്, പിന്നെ നെറ്റി, പിന്നെ കണ്ണുകൾ, നേത്രങ്ങൾ, പിന്നെ കർണങ്ങൾ, അതായത് ചെവി, പിന്നെ നാസിക, അതായത് മൂക്ക്, പിന്നെ മുഖവും കവിൾത്തടവും, പിന്നെ കണ്ഠവും, അതായത് കഴുത്തും വക്ഷസ്ഥലം കൂടിയും ആദ്യത്തെ ശ്ലോകത്തിൽ ഉണ്ട്. ബാക്കി വക്ഷസ്ഥലം കഴിഞ്ഞ് പിന്നെ താഴത്തേക്കുള്ളത് മുഴുവൻ പാദം വരെ 2ാമത്തെ ശ്ലോകത്തിലും. അപ്പോൾ നമുക്ക് നോക്കാം. സൂര്യസ്പർദ്ധി കിരീടം എന്ന് പറഞ്ഞാൽ സൂര്യനോട് സ്പർദ്ധ, അതായത് സൂര്യനോട് മത്സരമാണ്. ഇപ്പോൾ ഒരാളോട് നമ്മൾ അങ്ങോട്ട് മത്സരിക്കാൻ, ഇങ്ങോട്ടല്ല, നമ്മളൊരാൾ അങ്ങോട്ട് മത്സരിക്കാൻ പോവുകയാച്ചോട്ടെ, നമുക്ക് ജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോണത് അല്ലേ വെച്ചാൽ നല്ല സുപ്പീരിയറായിട്ട് അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സൂര്യസ്പർദ്ധി പറഞ്ഞത്. കാരണം സൂര്യനേക്കാളും എത്രയോ അധികം പ്രകാശത്തോട് കൂടിയിട്ടുള്ള കിരീടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സൂര്യസ്പർദ്ധി കിരീടം. അതായത് അനേക കൂടി സൂര്യന്മാരുടെ അത്ര പ്രകാശമുള്ള ഒരു കിരീടമാണ് ഭഗവാന്റെ സൂര്യസ്പർദ്ധി. സൂര്യനോടും കൂടി സ്പർദ്ധ വേണമെങ്കിൽ പറ്റും അത്ര. അതായത് മത്സരിക്കാൻ പോയാൽ ഒരു പേടിക്കാനും ഇല്ല. കാരണം അനേക കോടി സൂര്യ സമാനം ആണ് ഈ കിരീടത്തിൻ്റെ. അതാണത് കേട്ടോ. അപ്പം മാത്രമല്ല സൂര്യൻ ഉയരത്തല്ലേ നിൽക്കണം. അതേപോലെ ഭഗവാന്റെ ഏറ്റവും ഉയർന്ന അംഗമാണ് ശിരസ് അല്ലേ, അവിടെയാണ് ഇരിക്കണത്. അതുകൊണ്ടാണ് സൂര്യസ്പർദ്ധി കിരീടം എന്നിട്ടോ. ഇനി വേറൊരു രസം കേട്ടോ, ഇപ്പം തന്നെ അത് പറയാം. ശ്ലോകം ഭഗവാന്റെ രൂപം അവസാനിക്കുമ്പോൾ ഈ സൂര്യനും വിമലാംബുജം എന്നാണ് പറഞ്ഞത്, താമരയും. അപ്പോൾ താമരയാണ് പാദം, ശിരസ്സാണ് സൂര്യൻ. സൂര്യനെ കണ്ടാൽ താമര വിരിയൂലോ. എന്ത് രസമാണ്. അതൊക്കെ നല്ല
മേപ്പത്തൂരിന് എന്തൊരു രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തലയിൽ സൂര്യനെ സൂര്യൻ്റെ പ്രഭയോട് ഉപമിച്ചു, കാല് പാദാംബുജം അംബുജത്തിനോട് ഉപയോഗിച്ചു. അങ്ങനെ അത് നമ്മൾ സെക്കൻഡ് ശ്ലോകത്തിൽ വരും. ഇനി സൂര്യസ്പത്തി കിരീടം കഴിഞ്ഞില്ലേ, അനേക സൂര്യന്മാരുടെ പ്രഭുള്ളത്. പിന്നെയോ ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം. ഇതിന് രണ്ടർത്ഥം പറയേണ്ട ചില വ്യാഖ്യാനങ്ങൾ, രണ്ടർത്ഥം പറയാമെന്ന് പറയുന്നത്. എന്താ പറയുക, ഒന്നെന്താ വെച്ചാൽ ഈ തിലകം, ആ പൊട്ടുണ്ടല്ലോ, ഈ വൈഷ്ണവർ തൊട്ടണ ആ 3 ഇതായിട്ടുള്ളൊരു പൊട്ടില്ലേ, ഒരു ഗോപിയോ എന്താ വെച്ചാൽ ആ തിലകം, ആ തിലകം കൊണ്ട് വളരെയധികം ശോഭിക്കുന്ന നെറ്റിത്തടം എന്നാവാം ഒന്നുകിൽ. അല്ലെങ്കിൽ ഭഗവാന്റെ നെറ്റിത്തടം അത്ര ശോഭയുണ്ട്, അതുകൊണ്ട് ആ തിലകത്തിന് ശോഭ വരണമെന്ന് അങ്ങനെയും പറയാമെന്ന്. ഒന്നുകിൽ ആ പൊട്ട് തൊട്ടതുകൊണ്ട് ഭഗവാന്റെ നെറ്റിത്തടം പൂർവാധികം ശോഭിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ശരിക്ക് പൊട്ടിന് അത്ര ഇതൊന്നുമില്ല, പക്ഷെ ഭഗവാന്റെ ഭംഗിയുള്ള നെറ്റിത്തടത്തിലാവുകൊണ്ട് ആ പൊട്ട നല്ല ഭംഗിയായിട്ട് കാണുന്നു, അങ്ങനെയും പറയാമെന്ന്. അതായത് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ നെറ്റിമ്പിലായാലേ ഇതുപോലെ ആ തിലകം ഇങ്ങനെ ശോഭിക്കുള്ളൂ. നമ്മൾ തൊട്ടാലൊന്നും ശോഭിക്കില്ല എന്നും, സാധാരണക്കാർ തൊട്ടാൽ ശോഭിക്കില്ല, അങ്ങനെ ആവാം. അതായത് എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. എന്താ വെച്ചിട്ടുണ്ടോ, ഭഗവാന്റെ നെറ്റിത്തടത്തിലെ ശോഭ കൊണ്ട് ആ പൊട്ട് ശോഭിക്കുന്നു എന്ന് പറയാനാണ് ഇഷ്ടം. എന്നാൽ എന്താ അറിയാമെന്ന്, ഭഗവാന്റെ നെറ്റിത്തടത്തിലാണല്ലോ ഉത്കർഷം, അതിനാണല്ലോ കേമത്തധികം, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം, രണ്ടും ആവാം. പിന്നെ ആ തിലകത്തിൽ ഇങ്ങനെ 3 ഇതാണല്ലോ, ഒരു 3 ലൈൻസ് പോലെയല്ലേ അത്. അപ്പോൾ അതിലെന്താ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ വായിച്ചെന്താ വെച്ചാൽ, ഒരു ഇടത്ത് ഭാഗത്തെ ഒരെണ്ണം ഭക്തിമാർഗത്തിനെ കാണിക്കണു, ഒരെണ്ണം ജ്ഞാനമാർഗത്തിനെ കാണിക്കണു. അപ്പോൾ ഏത് ഭാഗത്തു കൂടെ പോയാലും നമ്മൾ ഒരു താവളത്തിലെത്തും. യു ഗെറ്റ് ടു എ പ്ലേറ്റോ, ഒരു താവളത്തിലെത്തും നമ്മൾ ഏത് മാർഗത്തിൽ കൂടെ പോയാലും. അതുവരെയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു സേർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാ മാർഗവും ഒന്നാവും. അപ്പോൾ ഒന്ന് ഭക്തിമാർഗം, ഒന്ന് ജ്ഞാനമാർഗമാണ്. അത് ഒരു സ്ഥലത്ത് എത്തിയാൽ പിന്നെ ഒന്നിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോണതാണത്രേ ആ നടുക്കിലത്തെ വര. മറ്റേ രണ്ടും 2 മാർഗങ്ങൾ. അങ്ങനെ ഞാൻ ഒന്ന് വായിച്ചു, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം, അത് അങ്ങനെ നെറ്റിത്തടത്തിൽ ശോഭിക്കുന്ന ആ പൊട്ട് അല്ലെങ്കിൽ ഗോപി. പിന്നെയോ കാരുണ്യാകുല നേത്രം, കാരുണ്യം വഴിഞ്ഞൊഴുകുന്നുണ്ട്, എന്താ ദയ. പക്ഷെ എന്തുകൊണ്ടാണ് ആകുലം? അതായത് ഒരു ആകുലം വെച്ചാൽ പരവശം എന്നോ അല്ലെങ്കിൽ എന്താ ഒരു വിഷമം. എന്താ ഭഗവാൻ അത് എന്താ പറയുക, അതിന് ഒരു ഇതെന്താ വെച്ചാൽ, ഭഗവാൻ കണ്ണ് തുറക്കണത് സൃഷ്ടിയായിട്ടാണ് പറയുക. ഭഗവാന്റെ സൃഷ്ടിയാണ് അത്ര കണ്ണ് തുറക്കണത്. പിന്നെ മിഴി അടയ്ക്കാണ്ട് നിൽക്കണതാണ് അത്ര ഏതാ സ്ഥിതി, അതായത് ജഗത് പരിപാലനം, സസ്റ്റനൻസ്. മറ്റത് ക്രിയേഷനാണ്. ഏതാ തുറക്കണത് ക്രിയേഷൻ. മിഴി അടയ്ക്കാണ്ട്, ആ പോള അടയ്ക്കാണ്ട് നോക്കി നിൽക്കുമ്പോഴാണത്രേ എന്ത് പരിപാലനം അല്ലെങ്കിൽ സസ്റ്റനൻസ്. പിന്നെ അടയ്ക്കുമ്പോഴാണത്രേ സംഹാരം, അതായത് ഡിസോൾവ് ചെയ്യാണ്, പ്രളയം. അങ്ങനെയാണത്രേ. ഒരു പ്രാവശ്യം അടച്ചു തുറക്കുമ്പോഴാണ് ലോകം സൃഷ്ടിക്കണതും പരിപാലിക്കണതും നശിക്കണതും. അപ്പോൾ ഇതിലെ കാരുണ്യാകുല നേത്രം എന്ന് പറഞ്ഞില്ലേ, അത് തുറന്നിരിക്കണേ. എന്നിട്ട് കാരുണ്യം ഉണ്ടാ, ഭയങ്കര കാരുണ്യം ഉണ്ടാ. അതിൻ്റെ കൂടെ എന്താ ഭഗവാന് ചില ഭക്തന്മാരെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യാകുലത ഉണ്ട്, ഒരു വിഷമമുണ്ട്. എപ്പോഴും അവരുടെ യോഗക്ഷേമം പരിപാലിക്കണതിൻ്റെ ശുഷ്കാന്തി ഉണ്ട്. അതുകൊണ്ടാണ് അത്രേ കാരുണ്യാകുല നേത്രം എന്ന് പറയണതേ. അതോ വാത്സല്യം കൊണ്ടോ, ചിലപ്പോൾ നമ്മളെ ഭക്തന്മാരോടുള്ള വാത്സല്യം കൊണ്ടോ, അല്ലെങ്കിൽ ആനന്ദം കൊണ്ടോ, അവരുടെ ഭക്തി കണ്ടിട്ടുള്ള ആനന്ദം കൊണ്ടോ, അല്ലെങ്കിൽ ദയോണ്ടോ. ഇപ്പോൾ എന്താ പറയുക, കുചേലനോടൊക്കെ തോന്നിയില്ലേ, അതുപോലത്തെ ദയോണ്ടോ, അല്ലെങ്കിൽ ഗജേന്ദ്രനോടൊക്കെ ദയോണ്ടോ ഒക്കെ ആവാം ഈ ആകുലത. എന്തായാലും കാരുണ്യമാണ് ആകുലത എന്നുള്ള നേത്രമാണ്, തുറന്നിരിക്കുന്ന നേത്രം. അതുകൊണ്ടാണ് ജഗത് പരിപാലനം സസ്റ്റനൻസിൻ്റെതാണ്. അതായത് നമ്മുടെയൊക്കെ യോഗക്ഷേമം നോക്കണം എന്നുള്ളത് വാത്സല്യം കൊണ്ടും ആനന്ദം കൊണ്ടും ദയോണ്ടും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആകുലം എന്ന് പറയാൻ കാരണം. അപ്പോൾ ദയ വഴിഞ്ഞൊഴുകുന്ന ആകുലമായ നേത്രം. അപ്പോൾ അതായില്ലേ. പിന്നെയോ ആർദ്രഹസിതോല്ലാസം. ഭഗവാന്റെ പുഞ്ചിരി ശരിക്കും മായയാണെന്നാ പറയുക കേട്ടോ. ഏതെങ്കിലും അത് പോട്ടെ, 2 തരം ഉണ്ട് അത്ര ഭഗവാന് ചിരി. ഒന്ന് നിർവ്യാജമായിട്ടുള്ള ചിരി, അതായത് സിൻസിയറായിട്ടുള്ള ചിരി. ഓക്കെ.
വേറൊന്ന് സവ്യാജമായിട്ട്, അതായത് കുറച്ച് വേണച്ചിട്ട് അല്ലെങ്കിൽ വ്യാജമായിട്ടോ തന്നെ പറയാം. അങ്ങനെ രണ്ട് തരം ചിരിയുണ്ട് അത്രേ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ ആത്മാർത്ഥമായിട്ടുള്ള ചിരി ഉണ്ടല്ലോ, നിർവ്യാജമായിട്ടുള്ള ചിരിയാണ് ശരിക്കും ആർദ്രം. ആർദ്രം മീൻസ് നമ്മുടെ മനസ്സിനെ അലിയിപ്പിക്കണ അത്ര ഭംഗിയുണ്ട് അതിനെ. അതുകൊണ്ടാണ് ആർദ്രം എന്ന് പറയുന്നത്. വെറ്റ് എന്നൊക്കെയാണ് അതിനർത്ഥം ആർദ്രം എന്നുള്ളതിന്. പക്ഷെ എന്തായാലും നമ്മുടെ മനസ്സിനെ അലിയിപ്പിക്കണ ചിരിയാണ് ആ ശരിക്കുള്ള ചിരി. പക്ഷെ ചിലപ്പോൾ അല്ലാണ്ടേയും ഭഗവാൻ ചിരിക്കുക. അതായത് ഇപ്പോൾ നോക്കൂ, ഈ ദൂതിന് പോയില്ലേ പിന്നെ ദുര്യോധൻ്റെ അടുത്തേക്കൊക്കെ, അപ്പോൾ ദുര്യോധനെയൊക്കെ നോക്കി ചിരിക്കണത് ആർദ്രമൊന്നുമല്ല, ശുഷ്കാണ്, ഡ്രൈ ചിരിയാണ്. അതിൽ വലിയതൊന്നുമില്ല. പക്ഷേ സാധാരണ ഭക്തന്മാരുടെ അടുത്തൊക്കെ ഭക്തവാത്സല്യത്തോട് കൂടി ചിരിക്കുമ്പോൾ എപ്പോഴും ആ ചിരി ഒന്നുകിൽ എന്തെങ്കിലും അർത്ഥം വെച്ചിട്ട് നിനക്ക് ഞാൻ ഇപ്പം ഇത്തിരി ദുഃഖമൊക്കെ തരുന്നു, പക്ഷെ നിനക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വിചാരം ഉള്ളിൽ, അങ്ങനെ ഒരു ചിരി. അല്ലെങ്കിൽ എനിക്കൊക്കെ അറിയാം നിൻ്റെ മനസ്സിലത്തെ കാര്യങ്ങളാണെന്നോ അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് അങ്ങനെ ഒരു ചിരി. അപ്പോൾ ഭഗവാന്റെ ആർദ്രഹസിതോല്ലാസമാണ് ഇവിടെ പറയണത്. ഇവിടെ ആ ശുഷ്കായിട്ടുള്ള ഡ്രൈ ചിരിയില്ല കേട്ടോ, ആർദ്രം. അതായത് ആ മന്ദഹാസം കണ്ടാൽ നമ്മുടെ മനസ്സങ്ങട്ട് അലിയും. ആർദ്രമായിട്ടുള്ളൊരു ചിരിയാണ്. നമ്മുടെ മനസ്സലിഞ്ഞാൽ എളുപ്പമായി. എന്താ അറിയോ, ഞാനൊരു ഇതിൽ വായിച്ചു, അത് ഇതിലല്ല കേട്ടോ, വേറെ ഒന്നിൽ വായിച്ചു. എന്താ അറിയോ, നമ്മളെ മനസ്സ് ഈ ഇപ്പോൾ ഒരു വാക്സ് പോലെ വിചാരിച്ചുള്ളൂ, അതങ്ങോട്ട് അലിഞ്ഞാൽ വേഗം ഭഗവാൻ അതിലാണ് വന്നിരിക്കും. പിന്നെന്താ, ഈ വാക്സ് സോളിഡിഫൈ ചെയ്യുമ്പോൾ ഭഗവാൻ പിന്നെ അവിടുന്ന് പോവില്ല എന്നാണ്. അപ്പോൾ അത്ര ആർദ്രഹസിതോല്ലാസമാണ് നമ്മളോടൊക്കെ. ശുഷ്കല്ല, ശുഷ്കവും വശം ഭഗവാൻ എന്നാണ് പറയണത്. അതായത് ഡ്രൈ സവ്യാജ ചിരിയും വശം, പക്ഷെ നമ്മളോടുള്ളത് നിർവ്യാജമായിട്ടുള്ള ശരിയാണെന്നാണ് അത്. അതായത് ഭഗവാന്റെ ആ ചിരി നമ്മളെ ശ്രേയസിലേക്ക് നയിക്കണതാണ്. എന്താ വെച്ചാൽ മനസ്സ് ആർദ്രാക്കും. അപ്പം നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കും. ഈ പറയുന്ന പോലെ പിന്നെ മെഴുക് പോലെ ഉരുകി നിൽക്കുമ്പോൾ അതിൽ വന്നിരിക്കുമ്പോൾ പിന്നെ പൂവില്ല ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ഈ ആർദ്ര ഹസിതം ഉണ്ടല്ലോ, ആ ചിരി, ആ അലിഞ്ഞ ചിരി നമ്മളെ ശ്രേയസിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ പദത്തിലേക്ക് നയിക്കും. പിന്നെയോ അതായത് ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ പൗണ്ടറൊക്കെ വാസുദേവനോട് ചിരിച്ചപ്പോൾ ഒക്കെ വെറും വ്യാജ ചിരിയായിരുന്നു. നിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടേ, അതാണ്. അപ്പോൾ ഈ നമ്മളോടുള്ള ചിരി ആർദ്രഹസിതോല്ലാസാണ്. പിന്നെ എന്താ, ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടല യുഗം. അതായത് ഈ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഇയർ റിങ്സാണ് ഭഗവാനുള്ളതേ. ആ കുണ്ടലങ്ങൾ ഭഗവാന്റെ നല്ല വളരെ പ്യുവറായിട്ടുള്ള കവിളിൽ ചീക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ മറ്റത് പറഞ്ഞ പോലെ പറയാം, കുണ്ടലങ്ങൾ കാരണം ഭഗവാന്റെ ചീക്സ് പിന്നെ എന്താണ് കവിള് നല്ല ഷൈൻ ചെയ്യണമെന്ന് പറയാം, ശോഭിക്കണമെന്ന് പറയാം. അല്ലാച്ചാൽ ശോഭിക്കണ പിന്നെ എന്താണ് ചീക്സാണ് അല്ലെങ്കിൽ കവിളാണ് അദ്ദേഹത്തിന്, അത് കാരണം കുണ്ടലങ്ങൾക്കും കൂടി ഭംഗി വരുന്നു, അങ്ങനെയും ആവാം. പിന്നെയോ അതാണ് ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം. രണ്ട് കാതിലും മകരത്തിൻ്റെ ആകൃതിയിലുള്ള മത്സ്യാകൃതിയിലുള്ള ഇയർ റിങ്സ് ഇട്ടിട്ട് അതിങ്ങനെ ചീക്സിൽ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ കണ്ഠോജ്വലൽ കൗസ്തുഭം, അതായത് കൗസ്തുഭരത്നം കണ്ഠത്തിൽ, കഴുത്തിലെ കൗസ്തുഭരത്നം മിന്നി തിളങ്ങി ഇരിക്കുന്നുണ്ട്. അതും ഇതുപോലെ രണ്ടും പറയാം. കൗസ്തുഭരത്നം കൊണ്ട് കണ്ഠം തിളങ്ങണമെന്നും ഭഗവാന്റെ കണ്ഠത്തിൻ്റെ തിളക്കം കൊണ്ട് കൗസ്തുഭരത്നത്തിൻ്റെ തിളക്കം കൂടുന്നു എന്നും പറയാം. മനസ്സിലായില്ലേ? പിന്നെയോ വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം, അതായത് വനമാല ഇട്ടിട്ടുണ്ട്. പിന്നെയോ ഹാരപടലങ്ങൾ, മുത്തുമാലകൾ, അനവധി ഇഴയായിട്ടുള്ള മുത്തുമാലകൾ, ഹാരപടലം. പിന്നെ ശ്രീവത്സം എന്നുള്ള മറു, ആ മറു വെളുത്ത രോമച്ചുഴിയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ദിക്കിൽ. അല്ലെങ്കിൽ വെറും നമ്മൾ രോമം കൊണ്ടുള്ള മറുവാണ്. രോമം ഇങ്ങനെ അവിടെ കുറച്ച് അധികം ഉണ്ട്, അങ്ങനത്തെ ഒരു മറുവാണത്. അതുകൊണ്ട് മാറ നല്ല ശോഭിച്ചിരിക്കണം. എന്തൊക്കെ വനമാല ഉണ്ട്, മുത്തുമാലകളിൽ അനവധി മുത്തുമാലകളുണ്ട്, ശ്രീവത്സം എന്നുള്ള മറുകുണ്ട്. ഈ മൂന്നും കാരണം മാറ നല്ലോണം ശോഭിച്ചിരിക്കണമെന്ന്. പിന്നെ വനമാലയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ രണ്ട് ദിക്കിലത് കണ്ടു. അത് വനമാലയിൽ അതായത് പിന്നെ ഈ വനമാലയും ഇതൊക്കെ ശരിക്കും പറയാച്ചാൽ ഭഗവാന്റെ മാറിലായതുകൊണ്ട് അതിനൊക്കെ ഒന്നും കൂടി ഭംഗി കൂടുകയാണേ. വനമാലയ്ക്കും ഈ അനവധി മുത്തുമാലയ്ക്കൊക്കെ സ്വതേ ഭംഗിയുണ്ട്, പക്ഷെ അതിൻ്റെ ഭംഗി ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ഈ ഭഗവാന്റെ മാറിൻ്റെ ഭംഗി കാരണേ. അതായത് ഭഗവാന്റെ ഹോൾ സ്വരൂപം
എത്ര പ്രസിദ്ധമായിട്ടുള്ള അലങ്കാര വസ്തുക്കളെ കൂടി അലങ്കരിക്കണതാണെന്ന്. ഭൂഷണത്തിൻ്റെ ഭൂഷണമാണെന്നാണ് പറയുന്നത്. ഭൂഷണാംഗമാണ്. മനസ്സിലായില്ലേ? അതായത് ആഭരണങ്ങളെ ഒന്നും കൂടി അവരുടെ മേന്മ കൂട്ടുന്ന തരത്തിലാണ് ഭഗവാന്റെ എല്ലാ അംഗങ്ങളും, എല്ലാ ഭഗവാന്റെ അവയവങ്ങളും അല്ലെങ്കിൽ ലിംസൊക്കെ, ഭഗവാന്റെ എല്ലാ ലിംസും അവയവങ്ങളൊക്കെ എന്ത് ആഭരണ ധരിക്കണേ, അതിന് കുറച്ച് ഭംഗിയുണ്ട്. അതിൻ്റെ ആ ഭംഗി ഒന്നും കൂടിയും കൂട്ടും. ഭൂഷണാംഗമാണ്. അല്ലെങ്കിൽ ഭഗവാൻ ആഭരണാണെന്ന്. ഭഗവാൻ ആഭരണങ്ങളിലെ ആഭരണമാണ്. ആഭരണങ്ങൾക്കും കൂടിയും ഒരു ആഭരണമാണ് ഭഗവാൻ എന്നുണ്ട് പറയുന്നുണ്ട്. ഇനി വനമാലയിൽ എന്തൊക്കെയുള്ളതെന്ന് ഒരു ശ്ലോകത്തിലുണ്ട്. തുളസി കുന്ദമന്ദാര പാരിജാത പ്രസൂനകൈഹി പഞ്ചഭിർഗതിതാമാല വനമാല നിഗദ്യത. തുളസി, മുല്ല, മന്ദാരം, പാരിജാതം പവിഴമല്ലി, അതുകൊണ്ട് അങ്ങനത്തെ പുഷ്പങ്ങളൊക്കെയാണ് അതിലുള്ളത്. സാധാരണ പുഷ്പങ്ങളാണ്. അപ്പോൾ പിന്നെ അതുണ്ട്. ആജാനുലംബിനിമാല സർവത്തു കുസുമോജ്വല മധ്യേ സ്ഥൂല കദംബാഢ്യ വനമാലേതി കീർത്തിത. അതായത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, വനമാല എന്ന് പറയണത് കഴുത്ത് തൊട്ട് കാല് വരെ നീളം വേണം. എന്ത് പുഷ്പങ്ങൾ വേണമെങ്കിൽ ആവാം, കാട്ടുപുഷ്പങ്ങളൊക്കെ ആവാം. നടുക്ക് കദംബാണെന്നാണ് പറയണത്. കദംബം എന്നുള്ള ആ പുഷ്പമാണെന്നൊക്കെയാണ് ഈ ശ്ലോകപ്രകാരം അതാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വനമാലയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ, ഭഗവാന് അതികേയമായിട്ടുള്ള പൂക്കളുകൊണ്ടുള്ള മാല വേണമെന്ന് ഒട്ടുമില്ല. സാധാരണ പുഷ്പങ്ങളെ കാട്ടുപൂക്കളുടെ മാലയിലും മതി. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഭഗവാന് നമ്മളുടെ യശസ്സോ ധനോ, ഭക്തന്മാരെ യശസ്സുള്ളവരാണോ, ധനമുള്ളവരാണോ, കേമത്തുള്ളവരാണ്, ഭംഗിയുള്ളവരാണോ, യാചകന്മാരാണോ, രാജാക്കന്മാരാണോ, ഒന്നും ഭഗവാന് നോട്ടമില്ല. ഭഗവാനെ സ്നേഹമുള്ളൊരു ഹൃദയം ഉണ്ടോയെന്ന് മാത്രമേ നോക്കുള്ളൂ. അതാണ് വനമാല ഇഷ്ടമെന്ന് പറയാൻ വേറൊരു സിഗ്നിഫിക്കൻസ് അതിൻ്റെതാണ്. വെച്ചാൽ അദ്ദേഹത്തിന് അധികമായിട്ടുള്ള പൂക്കളോണ്ടുള്ള മാല വേണമെന്ന് ഒരു നിർബന്ധമില്ല. വനമാല ആയാലും താമരമാല ആയാലും ഒരുപോലെ ഭഗവാന് തൃപ്തിയാണ്, ആസ് ലോങ് ആസ് അത് ഭക്തിയോടുകൂടി ചാർത്തിയാൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാന് നമ്മുടെ സ്ഥാനത്തിലും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിലും യശസ്സിലും ഒന്നും ഭഗവാന് നോട്ടമില്ല. ഭഗവാനോട് സ്നേഹമുള്ളൊരു ഹൃദയമാണോ എന്ന് മാത്രമേ ഭഗവാന് നോട്ടുള്ളൂ എന്ന് ഒരർത്ഥമുണ്ട് അതിന്. അങ്ങനെ ഈ വിധം ശോഭിക്കുന്ന ഭഗവത് രൂപത്തിനെയാണ് ഞാൻ ധ്യാനിക്കുന്നു. ഭജേ ശ്രീവത്സദീപ്രം ഭജേ. അപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ അലങ്കാരങ്ങളും അണിഞ്ഞിട്ടുള്ള ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ഇപ്പോൾ നമ്മുടെ 6 വരെ കഴിഞ്ഞു. അതാണ് നമ്മൾ എല്ലാം പറഞ്ഞില്ലേ. അതായത് ഒന്ന് ജസ്റ്റ് ഞാൻ പോയ സൂര്യസ്പതി കിരീടം, ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം കിരീടം, നെറ്റി, കാരുണ്യാകുല നേത്രം, കണ്ണ്, ആർദ്രഹസിതോല്ലാസം, അതായത് പുഞ്ചിരി, ചുണ്ടായില്ലേ. പിന്നെ ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം, കുണ്ടലങ്ങളും കവിളുമൊക്കെ ആയി. കണ്ഠോജ്വല കൗസ്തുഭം കണ്ഠം ആയി. വനമാല്യഹാരപടല ശ്രീവസതി പ്രമ്മജെ വക്ഷസ്സും കൂടി, വക്ഷസ്ഥലം കൂടിയും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോകം നമ്മൾ ചെല്ലിയില്ലോ ഓൾറെഡി. ഈ രണ്ടാമത്തെ ശ്ലോകം എന്താ വെച്ചാൽ, കേയൂരാംഗത കങ്കണോത്തമ മഹാന്നല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഉത്തമങ്ങളായിട്ടുള്ള കേയൂരങ്ങൾ, അതായത് തോൾവളകൾ, ഈ ഷോൾഡറിലിടുന്നത്, അതാണത്. പിന്നെ അംഗങ്ങൾ, അതായത് കുറച്ച് കൈയിൻ്റെ നേരെ എന്താ പറയുക, പിന്നെ മുട്ടിൻ്റെ നേരെ മുകളിലിങ്ങനെ കെട്ടണത്, അതാണ് അംഗതങ്ങൾ. പിന്നെ കങ്കണം, സാധാരണ കൈ വളോള്. പിന്നെ വളരെ കേമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരങ്ങൾ, മഹാരത്നാങ്കുലീയാങ്കിതം എന്നാണ്. അതാ ഭഗവാന്റെ കയ്യ് പിന്നെ മഹാരത്നങ്ങൾ പഴിച്ച അങ്കുലീയം ച മോതിരം കൊണ്ട് അടയാളപ്പെട്ടതാണെന്ന് വെച്ചാൽ മോതിരം ഉണ്ടെന്നർത്ഥം. പിന്നെന്താ ശ്രീമത്തായിട്ടുള്ളത്, അതായത് ശ്രീമദ് ബാഹു, അതായത് ശ്രീമത്തായിട്ടുള്ള പിന്നെ 4 കൈകളിൽ, ബാഹു ചതുഷ്കത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ, 4 കൈകളിൽ ചേർന്നിരിക്കണ എന്തൊക്കെയാണുള്ളത്, 4 കൈകളിലെ സംഗതങ്ങളായ ചേർന്നിരിക്കണത് എന്താ ഉള്ളത് അറിയോ? ഗദ, ശംഖം, അരി പറഞ്ഞാൽ ചക്രാണ്. ഗദ ശംഖാരി എന്നുണ്ടല്ലോ. ഗദ, ശംഖം, അരി. പിന്നെ പങ്കേരുഹം പറഞ്ഞാൽ താമര, പത്മം.
അപ്പം ഗദാശംഖാരി പങ്കേരുഹം, ഗദ ശംഖം അരീപന ചക്രം പങ്കേരുഹം പറഞ്ഞാൽ താമര അത്. പിന്നെയോ കാഞ്ചന കാഞ്ചി ലാഞ്ചി തലസൽ എന്ന് പറഞ്ഞാൽ കാഞ്ചനം പറഞ്ഞാൽ ഇവിടെ സ്വർണ്ണമയമായിട്ടുള്ള അരഞ്ഞാണാണ് കാഞ്ചന കാഞ്ചി. കാഞ്ചിച്ച അരഞ്ഞാണാണ് സ്വർണ്ണമയമായിട്ടുള്ള അരഞ്ഞാണം. ലാഞ്ചിതം പറഞ്ഞു വെച്ചാൽ കെട്ടിയതെന്നർത്ഥം, അടയാളപ്പെട്ടതെന്നൊക്കെയാണ്. അപ്പം അതായത് സ്വർണ്ണ അരഞ്ഞാണം കെട്ടിയിട്ടുള്ള, എന്നിട്ട് അത് കാരണം സ്വർണ്ണ അരഞ്ഞാണം കെട്ടിക്കൊണ്ട് നല്ലോണം ശോഭിക്കണത് ലസത് അതാണ്. കാഞ്ചന കാഞ്ചി ലാഞ്ചി തലസൽ എന്ന് പറഞ്ഞാൽ ലാഞ്ചി തലസൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ കാഞ്ചനായിട്ടുള്ള കാഞ്ചി, അതായത് അരഞ്ഞാണം ലാഞ്ചിതമായിട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ലസത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കണ ആ പീതാംബരത്തെ ധരിച്ചിരിക്കുന്നു. അതായത് മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടിൻ്റെ മീതെയാണ് ഈ അരഞ്ഞാണം കെട്ടിയുന്നത്. അപ്പം അത് നല്ല ശോഭിക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നെയോ വിമലാംബുജദ്യുതിപദാം, പിന്നെ വിമലം ചാലോ. അപ്പോൾ അതുവരെ മൊട്ടും കൂടിയും കഴിഞ്ഞപ്പോഴേ കാലിൻ്റെ അതുവരെ എത്തി. അപ്പം അത് മുഴുവൻ മറയ്ക്കുമല്ലോ. ഇപ്പം പിന്നെ നമ്മളെ അരക്കെട്ടിൻ്റെ ഭാഗവും തുടകളും മൊട്ടിൻ്റെ താഴെയുള്ള ആ കണങ്കാലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞപ്പട്ടിൻ്റെ അടിയിലാണ്. അപ്പം ശരിക്കും പറയാച്ചാൽ അരഞ്ഞാണം മാത്രമേ ഇവിടെ പറയാനുള്ളൂ, ബാക്കിയതൊക്കെ മൂടിയിരിക്കുകയാണല്ലോ. പിന്നെ കാലാണല്ലേ കാണുന്നത്, അതാണ് വിമലാംബുജദ്യുതിപദാം. വിമലമായ നിർമ്മലായിട്ടുള്ള, അംബുജം ചാൽ എഗെയിൻ ലോട്ടസ്, പത്മ, താമര. അതിൻ്റെ അതായത് നിർമ്മലായിട്ടുള്ള ഒരു താമരയുടെ അത്ര ദ്യുതി, അത്ര അധികം ഭംഗി, നിർമ്മല പരിശുദ്ധമായിട്ടുള്ളൊരു താമരയുടെ ഭംഗിയുള്ള അതിൻ്റെ അത്ര അതിന് തുല്യമായിട്ടുള്ള ഭംഗിയോട് കൂടിയിട്ടുള്ള വിമലാംബുജദ്യുതി, അതുപോലെ ഭംഗിയുള്ള പദങ്ങളോട് കൂടിയതും മീൻസ് കാലുകളോട് കൂടിയതും കാഞ്ചിത്ത് എന്ന് പറയുന്നുണ്ട്. എന്താ അറിയോ കാഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അതായത് കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണാണ് കേട്ടോ. ഇവിടെ കാഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന തരത്തിലാണെന്ന് നമുക്ക് വിവരിച്ച് പറയാൻ പറ്റാത്ത വിധം അസാധാരണ സൗന്ദര്യ മഹിമുള്ളതാണ് കാഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ. പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഇതിലധികം പിന്നെ വിസ്തരിച്ച് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്ര ഭംഗിയുണ്ട്. അതാണ് കാഞ്ചിത്ത്. ഇന്ന തരത്തിലാണെന്ന് പറയാനേ പറ്റില്ലാത്ത അസാധാരണമായിട്ടുള്ള മഹിമയാണ് ഭഗവാന്റെ രൂപത്തിന്. അത് മാത്രമല്ല, ആ രൂപം ആർത്തിച്ഛിതം, അതായത് എല്ലാ താപത്തിനെയും നശിപ്പിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലേ 3 തരം താപം എന്ന് പറഞ്ഞുല്ലോ, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ആധ്യാത്മികം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ വരണ എല്ലാ ദുഃഖങ്ങളും, അതായത് മനസ്സിൻ്റെ വരണ ദുഃഖങ്ങൾ. ഇപ്പം പനിയൊക്കെ വരികയാണ്, ഒക്കെ നമ്മൾ വേറെ ആളുണ്ടാക്കണതല്ലോ, അവനവൻ തന്നെ ഉണ്ടാവണതല്ലേ. പനിയാണ്, ദണ്ഡങ്ങളാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഷമങ്ങളാണ്, അങ്ങനെയുള്ള എല്ലാം മാറും. പിന്നെയോ ആധിഭൗതികം, വേറൊരാൾ നമ്മളെ ഏൽപ്പിക്കണ ദുഃഖങ്ങൾ, മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും നമ്മളെ ഏൽപ്പിക്കുക ദുഃഖം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ ദുഃഖങ്ങളും മാറും. പിന്നെയോ ആധിദൈവികം, അതായത് കൊടുങ്കാറ്റ്, പിന്നെ പ്രളയം, അല്ലെങ്കിൽ മഴ പെയ്തിട്ട് വൃഷ്ടി ഭയങ്കരമായിട്ടുള്ള, പിന്നെ എന്താണ് മഴ കൊണ്ടുള്ളത്, അല്ലെങ്കിൽ അനാവൃഷ്ടി, അല്ലെങ്കിൽ പിന്നെ എന്താണ് വരൾച്ച, മഴ ഇല്ലാങ്ങിട്ട, അങ്ങനത്തെ ആധിദൈവിക ദുഃഖങ്ങളും ആധിഭൗതിക ദുഃഖങ്ങളും ആധ്യാത്മിക ദുഃഖങ്ങളും എല്ലാം ഒരുപോലെ ചിതം ചാൽ അതിനെയൊക്കെ നശിപ്പിക്കും. അങ്ങനത്തതാണ് ആരുടെ തവമൂർത്തിയും. നിന്തിരുവടിയുടെ ഈ രൂപം ഉണ്ടല്ലോ, അപ്പോൾ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തില്ലേ, ആ ഭഗവത് രൂപം ഉണ്ടല്ലോ, അത് എല്ലാ ആർത്തിയും എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കും. അങ്ങനത്തെ മൂർത്തിയെ ഞാൻ ആലംബിക്കുന്നു പറഞ്ഞു വെച്ചാൽ ഞാൻ സർവാത്മനാ ആശ്രയിക്കുന്നു. അതായത് ഏകശരണായിട്ട് ഞാൻ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഇതിലെന്താ ഒരു കാര്യം എന്താ പറയാതെ, അപ്പം ഈ 2 ശ്ലോകം കൊണ്ട് ആ പരമാത്മ ജ്യോതിസിലെ ഇതിനെന്താ മനസ്സിലാവണമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാര്യം ഭഗവാൻ മേപ്പത്തൂർ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ
ആ പരമാത്മ ചൈതന്യത്തിൽ ലയിച്ചിട്ട് നമുക്ക് ആ പരമാനന്ദ സായുജ്യം പിന്നെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മോക്ഷം മാത്രം മതിയെന്ന് വിചാരിക്കുന്നവർക്ക് അവരുടെ എല്ലാ താപത്രയങ്ങളും നശിപ്പിച്ചിട്ട് ഈ 2 ശ്ലോകം കൊണ്ട് ധ്യാനിക്കുമ്പോൾ അത് സാധിക്കും. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ സകാമന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് എല്ലാ ശ്രേയസ്സുകളും വേണം, എന്നിട്ട് എനിക്ക് മോക്ഷം വേണം, അങ്ങനെ അപേക്ഷിക്കുന്നതായിട്ടുള്ള ഭക്തന്മാർക്കും ഈ 2 ശ്ലോകം കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്താ വെച്ചാൽ നമ്മളുടെ പിന്നെ മനോഭാവം അനുസരിച്ചിട്ട് ഭഗവാൻ നമുക്ക് എന്താ വേണ്ട വെച്ചാൽ തരും. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് ധ്യാനിക്കാനും, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ധ്യാനിക്കാനും, നമ്മളെക്കാളും ഉയർന്നവരും എന്നാൽ ജ്ഞാനികളായിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ധ്യാനിക്കാനും എല്ലാവർക്കും ഈ 2 ധ്യാന ശ്ലോകം വളരെ നല്ലതാണ്. പല ആൾക്കാരും ഈ 2 ശ്ലോകത്തിനെ ധ്യാന ശ്ലോകമായി എടുത്തിട്ട് ധ്യാനിക്കണവരുണ്ട്. പിന്നെയോ ഇനി നമുക്ക് വേറൊരു സംശയം എന്താ വെച്ചാൽ, ഇത് മേപ്പത്തൂരൻ തന്നെ ഒരു ഇമാജിനേഷനാണോ, അതോ ഇത് മേപ്പത്തൂര് ബാക്കി വല്ല ദിക്കിലൊക്കെ പറഞ്ഞ് അതിനെ അനുസന്ധാനം ചെയ്ത് മേപ്പത്തൂരിൻ്റെ മുമ്പിൽ ആ പണ്ട് വായിച്ചതും പറഞ്ഞതുമായിട്ടുള്ള രൂപത്തിൽ വന്നതാണോ ഭഗവാൻ, നമുക്ക് സംശയം തോന്നാം. അപ്പോൾ ഈ പറഞ്ഞ രൂപമുണ്ടല്ലോ, ഈ രൂപത്തിന് വളരെ സാദൃശ്യമുള്ള രൂപമാണ് ഈ കപിലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ദേവഹൂതിക്ക് ഉപദേശിച്ചിട്ടുള്ള ഭാഗവതത്തിൽ കപിലമൂർത്തി, കപിലാവതാരത്തിൽ കപിലദേവൻ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പം അതും പിന്നെ ഇതേപോലെ തന്നെയാണ് ധ്രുവചരിതത്തിൽ ധ്രുവൻ തപസ്സിന് പോകുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായം ചൊല്ലിക്കോളൂ എന്നിട്ട് പറഞ്ഞിട്ട് ഈ രൂപം ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞതേ പിന്നെ നാരദ മഹർഷി ധ്രുവനോട്. ആ രൂപമൊക്കെ ആയിട്ട് വളരെ സാദൃശ്യമുണ്ട് ഇപ്പം മേപ്പത്തൂര് പറഞ്ഞത്. അപ്പോൾ മുഴുവനും മേപ്പത്തൂരിൻ്റെ ഇമാജിനേഷനല്ല, മേപ്പത്തൂര് വായിച്ചതും മനസ്സിലാക്കിയതും ഏതാ ആ രൂപത്തിൽ ആക്ച്വലി ഭഗവാൻ മേപ്പത്തൂരിൻ്റെ മുമ്പിൽ വന്നു. അപ്പം അത് നോക്കിയിട്ടാണ് മേപ്പത്തൂര് കണ്ടു, മനസ്സിൽ കണ്ടു എന്നർത്ഥം. അപ്പം ആ മനസ്സിൽ ഇതിനു മുമ്പ് വായിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള രൂപം എന്താന്ന് മനസ്സിൽ നല്ലോണം ഉണ്ട്. അപ്പം ആ മനസ്സിൽ അവനവൻ്റെ മനസ്സിൽ എന്ത് രൂപമാണത് ആ രൂപത്തിൽ മേപ്പത്തൂരിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒന്നും കൂടി അത് വിസ്തരിച്ചു എന്ന് മാത്രം, വേറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണല്ലോ. അതായത് കപില മൂർത്തിയഞ്ച പ്രസന്നവദനാംഭോജം ദേവഹുതിക്ക് പറഞ്ഞപ്പോൾ അതാണ് പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്ര ഗദാധരം ലസത് പങ്കജ കിഞ്ചൽക്ക പീത കൗശേയവാസസം ശ്രീവത്സവക്ഷസംഭ്രാജത് കൗസ്തുഭാമുക്ത കന്ധരം. അങ്ങനെ ആണ്. അതേപോലെ തന്നെ നാരദന തന്നെ തന്നെയാണ് മഹാവിഷ്ണുവായിട്ട് പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം എല്ലാം ഭംഗിയുണ്ടോ അത്. അപ്പോൾ ഭഗവാന്റെ ആ വർണ്ണിച്ച നമ്മളെങ്ങനെയാണ് ഭഗവാനെ വിചാരിക്കണം അതുപോലെ നമ്മുടെ മുമ്പിൽ ഭഗവാൻ വരും. മേപ്പത്തൂരിൻ്റെ മനസ്സിൽ ഇതൊക്കെ വായിച്ചിട്ട് ആ രൂപമായിരുന്നു. ഇനി അല്ല എന്താണ് വില്ലുമംഗലത്തിനാണെങ്കിൽ വേണുഗോപാലനായിട്ടാണ് എപ്പോഴും പ്രത്യക്ഷപ്പെടുക. അപ്പം നമുക്ക് എന്ത് രൂപത്തിലാണ് നമ്മൾ ആവണം വെച്ചാൽ അതിൽ വരും. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയണം, എന്നാൽ അത് കഴിഞ്ഞു കേട്ടോ. എന്താ അറിയോ, ഒരു വിശേഷം കൂടി ഉണ്ടാകും. അതായത് സാധാരണയായി ഇപ്പോൾ എന്താ പറഞ്ഞത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പരബ്രഹ്മാണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു. പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഇതാ അവിടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ശ്രീകൃഷ്ണ അവതാരം എടുത്തിട്ട് 16 കലകളോടും കൂടി ഇത് അവിടെ അവതരിച്ചിരിക്കണമെന്ന് പറഞ്ഞുവല്ലോ. പക്ഷെ സാധാരണ എങ്ങനെയാ വെച്ചാൽ ശ്രീകൃഷ്ണമൂർത്തിക്ക് 4 കൈ ഒരിക്കലും ഇല്ലല്ലോ. പക്ഷേ ഈ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, ചതുർഭുജനാണ്. ശ്രീകൃഷ്ണനാണേനും ചതുർഭുജനാണേനും അതൊരു അത്ഭുതമല്ലേ. ഞാനത് എപ്പോഴും വിചാരിക്കാറുണ്ട് ആക്ച്വലി. കാരണം ഞാൻ എപ്പോഴും വേണുഗോപാലനെയാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോഴൊക്കെ അതെ ഇപ്പോൾ തമത്ഭുതം ബാലകം അംബുജക്ഷണം എന്നൊക്കെ നമ്മൾ എന്താണ് പിന്നെ ഭാഗവതത്തിൽ അങ്ങനെയല്ലേ പറയുക. അപ്പോൾ മഹാവിഷ്ണുവായിട്ട് തന്നെയാണല്ലോ പിന്നെ എന്താണ് പ്രസവ സമയത്ത് പിന്നെ അവതരിച്ചിട്ട് വസുദേവർക്കും ദേവയ്ക്കും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ വന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ടേ. അപ്പോൾ ഒരു അത്ഭുതമാണത്. ശ്രീകൃഷ്ണമൂർത്തിയാണ് ഇരിക്കണത് ഗുരുവായൂർ, അതേസമയം ചതുർഭുജമായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ഗുരുവായൂർ ചന്ദനം ചാർത്തുമ്പോൾ ഒക്കെ ചതുർഭുജമൂർത്തിയായിട്ട് തന്നെ ചന്ദനം ചാർത്തുക. ആ മൂർത്തി തന്നെ മഹാവിഷ്ണുവിൻ്റെ 4 കൈയുള്ളതാണ്. പക്ഷെ ചന്ദനം ചാർത്തുമ്പോൾ
ചില സമയത്ത് മഹാവിഷ്ണുവായിട്ട് ചെയ്യും, അല്ലാത്ത സമയത്ത് കൃഷ്ണനായിട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ എന്താ പരബ്രഹ്മ മൂർത്തി തന്നെ ഇറങ്ങി വന്ന് ശ്രീകൃഷ്ണനായി വന്നതാണെങ്കിൽ പോലും ശരിക്കും ശ്രീകൃഷ്ണൻ നമുക്ക് ഒരിക്കലും 4 കൈയുള്ളതായിട്ട് കാണാറില്ലെങ്കിലും ഗുരുവായൂരപ്പൻ നാം ചതുർഭുജനായിട്ടുള്ള ശ്രീനാരായണമൂർത്തി തന്നെയാണ് സമ്പൂർണ്ണ അവതാരമായിട്ട് നമ്മൾ കാണുന്നത്, അല്ലേ? പൂർണ്ണാവതാരമായിട്ട്. ഇതാണ് എന്താണ് മേപ്പത്തൂര് ശ്രീകൃഷ്ണനായിട്ട് തന്നെയാണ് കാണുന്നച്ചാലും ശ്രീമദ് ബാഹു ചതുഷ്ക എന്ന് പറഞ്ഞു, ഇല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. 4 കൈയിലും ഗദ, ശംഖം, അരി പറഞ്ഞില്ലേ? പിന്നെ എന്താണ് പങ്കജം എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അത് ഒരു അത്ഭുതമാണ്. ശ്രീകൃഷ്ണനാണ് ഇനിയും 4 കൈ ഉണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ധ്യാനിക്കും ചെയ്യാം. മഹാവിഷ്ണുവായിട്ടും ധ്യാനിക്കാം, ശ്രീകൃഷ്ണനായിട്ടും ധ്യാനിക്കാം. പക്ഷെ എങ്ങനെ ധ്യാനിച്ചാലും പരബ്രഹ്മത്തിൻ്റെ മുഴുവൻ കലകളോടുകൂടി അവതരിച്ചതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. പിന്നെ ആ കാഞ്ചിത്ത് എന്നുള്ള ആ വാക്കും അതെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയാൻ വയ്യാത്ത അത്ര അതായത് ഭഗവാൻ മനസ്സിലങ്ങോട്ട് കണ്ടു മേപ്പത്തൂരെ ഭഗവാനെ. അപ്പോൾ ഈ സൂര്യസ്പർദ്ധി കിരീടവും അനേക സൂര്യന്മാരുടെ പ്രഭുള്ള കിരീടവും തൊട്ട് എല്ലാം, പിന്നെ എല്ലാം ഭഗവാന്റെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നതാണ്, ഭഗവാന്റെ ആ രൂപത്തിൻ്റെ ഭംഗി കൊണ്ട് ഭഗവാന് ചാർത്തിയ എല്ലാ ആഭരണങ്ങളും മനമാല അടക്കം മിന്നിത്തിളങ്ങണു. അങ്ങനെ ഇങ്ങോട്ട് കണ്ടപ്പോൾ കവിക്ക് എനിക്കിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കാഞ്ചിത്ത് എന്നുള്ള അതായത് ഞാൻ വർണ്ണിച്ചു എന്തൊക്കെയോ ഭഗവാന്റെ രൂപം. പക്ഷേ എനിക്ക് ആ മഹത്വമോ സൗന്ദര്യമോ ഒന്നും എനിക്ക് നോക്കി മനസ്സിലാക്കി അളവില്ലാത്ത ആ സൗന്ദര്യം എൻ്റെ വാക്കുകൾ എനിക്ക് ഒരിക്കലും ക്ലിപ്തപ്പെടുത്തിയിട്ട് വർണ്ണിക്കാൻ എനിക്ക് കഴിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ കാഞ്ചിത്ത് എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് ഞാൻ എന്നെക്കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ലേ ഈശ്വര, ഞാൻ എന്തൊക്കെയോ വർണ്ണിച്ചു എന്നേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ ഒരു നിലയ്ക്കാണ്. അത്ര ഭംഗിയാന്നാണ്, മനസ്സിലായില്ലേ? അതോടെ നമ്മുടെ ഈ 2 ശ്ലോകവും കഴിഞ്ഞു. അപ്പം നല്ല 2 ധ്യാന ശ്ലോകമാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അത് നമുക്ക് ധ്യാനിക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് അർത്ഥം മനസ്സിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു രസമാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ ആ 2 ശ്ലോകം ഒന്നും കൂടിയും ചൊല്ലി ഇന്നത്തെ അവസാനിപ്പിക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിതം ശ്രീമൽബാഹുചതുഷ്ക സംഗദഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ പീതാംബരാലംബിനീമാലംബേ വിമലാംബുജ ദ്യുതിപദം മൂർത്തിം തവാർത്ഥിച്ഛിദം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.